ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാവുന്ന വിശ്വസിക്കുന്നു, ഞാൻ ന്യൂസിലൻഡിലെ ഓക്ലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓക്ലൻഡിലുള്ള വീഡിയോസാണ്. ഇപ്പോൾ ഇവിടെ തുറസായി കിടക്കുന്ന ഒരു സ്ഥലത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ദൂരെയായിട്ട് നിങ്ങൾക്ക് സിറ്റിസൺ അഡ്വൈസ് ബ്യൂറോ കാണാൻ സാധിക്കും. അവിടുത്തെ സർവീസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മുടെ ഏതൊരു ഡൗട്ട്സിനും അവിടെ സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ കൗൺസിൽ എത്ര വൃത്തിയായിട്ടാണ് ഇവിടുത്തെ നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാൻ സാധിക്കും. ഇവിടെ കൂടെ നമുക്ക് ഈവനിങ് വാക്കിനോ മോർണിംഗ് വാക്കിനോ എല്ലാം വരാൻ സാധിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ ഒരുപാട് പേര് വന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. ഇന്നൊരു വീക്ക് ഡേ ആണ്, അതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണ്. പിന്നെ തുറസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു രീതിയാണ്. നമുക്കിതിനെ വെട്ടിമുറിച്ച് മാറ്റാനോ അതോ പുതിയതായിട്ടൊരു മരം നടാനോ ഒന്നും നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതെല്ലാം കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന തീരുമാനങ്ങളാണ്. മനോഹരമായ പുൽത്തകിടികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്തായിട്ട് കുറേ ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ പല രാജ്യക്കാരുടെയും മെയിൻലി ചൈനീസിൻ്റെ ഷോപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്ഥലം കാണുമ്പോൾ നല്ല പച്ചപ്പാണ്, കണ്ണിന് നല്ല കുളിർമ തോന്നുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നല്ല വെയിലാണ്, എന്നാൽ പോലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു കുളിർമ തോന്നാറുണ്ട്. പിന്നെ നേരെ കാണുന്നത് ഈസ്റ്റ് കോസ്റ്റ് ബേ ലെഷർ സെൻ്റർ ആണ്. അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ, ജിമ്മ്, അതേപോലത്തെ ഫെസിലിറ്റീസൊക്കെ അവിടെയുണ്ട്. നാട്ടിൽ നമ്മൾ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് പോകുമ്പോൾ കാണുന്ന അതേ രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം വലുതല്ല, എന്നിരുന്നാലും നല്ല രീതിയിൽ പല രീതിയിലുള്ള മരങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സ്വകാര്യമായിട്ട് ഇവിടെ വന്നിരുന്ന് പഠിക്കുകയോ ലെഷർ ആക്ടിവിറ്റീസ് ചെയ്യുകയോ അതിനെല്ലാം പറ്റിയൊരിടമാണിത്. പിന്നെ നമ്മൾ നേരെ കാണുന്നത് ഇവിടുത്തെ ഒരു ലൈബ്രറിയാണ്. ഇവിടുത്തെ ലൈബ്രറികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്തോട്ട് ആക്സസ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ ജോയിൻ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അവർ തന്നെ ലൈബ്രറി കാർഡ് തരും. മെമ്പർഷിപ്പ് ഫീയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊരു പബ്ലിക് ലൈബ്രറിയാണ്. മിതമായ രീതിയിൽ ഇൻ്റർനെറ്റ് ആക്സസും മിതമായ വിലയിൽ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ലഭ്യമാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ഓരോ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ജസ്റ്റിസ് ഓഫ് പീസ് എന്ന് പറയുന്ന വ്യക്തികൾ ഇതിനകത്ത് കാണും. അവർ റിട്ടയർ ആയ ജഡ്ജസ് ആണ്. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്കിവിടെ അവർ പറയുന്ന ദിവസങ്ങളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും പാസ്പോർട്ട്സും എല്ലാം അറ്റസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഈ ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മുന്നിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ പൂക്കൾ വളർത്തിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ നടപ്പാതയുടെ വശങ്ങളിലായിട്ട് നല്ല ഭംഗിയുള്ള രീതിയിൽ ഓരോ ചെടികൾ ഇവർ
വളർത്തിയിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാൻ ലൈവ് വീഡിയോ ഇടുന്നതുകൊണ്ട് അക്ഷരത്തെറ്റുകളും ഒക്കെ സംഭവിക്കാം, ക്ഷമിക്കണം. പിന്നെ നേരെ കാണുന്നത് ഒരു ഡേ കെയർ ആണ്. കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള ഒരു ഡേ കെയർ ആണ്. ഈ ഡേ കെയറിൻ്റെ പിൻഭാഗമാണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.